അമലും മാളും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഞാൻ പൊളിച്ച് വെച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞത്. നീളത്തിലരിഞ്ഞ ഒരുപാട് എണ്ണ വേണ്ടേ, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞത്. ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് മുമ്പേ കലക്കി വെച്ചതാണ്. അതിലോട്ട് ഞാൻ പഴം ഓരോന്നോരോന്നായിട്ടിട്ട് മുക്കി എണ്ണയിലിട്ട്, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് എല്ലാ ദിവസവും ഈവനിങ്ങിൽ വരുമ്പം എന്തെങ്കിലും സ്നാക്സ് നിർബന്ധമാണ് കേട്ടോ. ചോറുണ്ണാൻ ഭയങ്കര മടിയാണ്. മാളുവിന് കപ്പയോ ചേമ്പോ ചേനയോ ഒക്കെ പുഴുങ്ങിയത് കാന്താരി ചമ്മന്തിയും കൂട്ടി തിന്നാൻ ഒരുപാട് ഇഷ്ടമാണ്. അമലുവിന് അത്രയ്ക്ക് ഇഷ്ടമില്ല. അത് വേവിച്ചിട്ട് കറി ഉണ്ടെങ്കിൽ അമലുവിന് ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പലഹാരം വേണം. ഞാൻ ചിലപ്പോൾ മുട്ടയപ്പോ കൽത്തപ്പോ ഒക്കെ ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഒരുപാട് പഴം ഇരിക്കുന്നതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അന്നേരത്തിന് മാള് വന്നു കേട്ടോ. മാള് വന്നു കഴിഞ്ഞപ്പോൾ മാള് പറഞ്ഞു അവിടെ ഈന്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് 2-3 ഈന്തപ്പഴം കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവൾ ഈന്തപ്പഴം കൂടി അതിനകത്തോട്ടിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. മാളുവിന് എല്ലാ ദിവസവും രാവിലെയാണ് ട്യൂഷന്, ഇന്ന് മാത്രം ഈവനിങ്ങിലാണ് ട്യൂഷന്. അപ്പോൾ മാള് പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.